1835 ബ്രിട്ടീഷ് ഭരണകാലത്ത് മക്കാലി ആയിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ വലിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത്. 1835 അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ മിനുട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അലകും പിടിയും മാറ്റുന്നത്. അതുവരെ ഇന്ത്യയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷയിലും അധിഷ്ഠിതമായിരുന്നു. 1835 മക്കാലി കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായം 2035 ആകുമ്പോൾ 200 വർഷം തികയും. 200 വർഷം തികയുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ആകെ മാറ്റിമറിക്കുമെന്നാണ് മോദി പറയുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പാരമ്പര്യ സംസ്കാരങ്ങളെയും ആർഷഭാരത സംസ്കൃതിയെയും അപകടപ്പെടുത്തുകയും ഇന്ത്യയിലെ ജനങ്ങളിൽ ഒരു തരത്തിലുള്ള ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് സൃഷ്ടിക്കുകയും ചെയ്തു മക്കാലിയുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് മോദി വിമർശിക്കുന്നത്. എന്തുമാത്രം വിഡ്ഢിത്തം നിറഞ്ഞ ഒരു വാദമാണ് നരേന്ദ്രമോദിയും BJPയും പറയുന്നത്. ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പ് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. ആ വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശപ്പെട്ടതായിരുന്നില്ല. വരേണ്യവർഗത്തിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു വിദ്യാഭ്യാസം. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. ഇന്ത്യയിലെ സംസ്കാരങ്ങളെ മുറിവേൽപ്പിച്ചു, ഇന്ത്യയുടെ സംസ്കാരത്തെ അപമാനപ്പെടുത്തി ബ്രിട്ടീഷുകാർ എന്നാണ് മോദിയും BJPയും പറയുന്നത്. ഇന്ത്യയുടെ മികവിൻ്റെയും തിളക്കത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്പമെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുമായിരുന്നു. ഗാന്ധിജി ഒരു പൂർണ്ണ മനുഷ്യനായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത്, ഗാന്ധിജിയെ രൂപപ്പെടുത്തുന്നത് ആധുനിക വിദ്യാഭ്യാസം തന്നെയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ബാരിസ്റ്ററായിരുന്നു. ഗാന്ധി മൈനസ് ആധുനിക വിദ്യാഭ്യാസം 0 എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ കഴിയും. ഏത് ആർഷഭാരത സംസ്കൃതിയെക്കുറിച്ചാണ് മോദിയും BJPയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഏത് ആർഷഭാരത സംസ്കൃതിയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇന്ത്യയുടെ എന്ത് പൈതൃകമാണ് നഷ്ടപ്പെടുത്തിയത്? എന്ത് നാഗരികതയാണ് നഷ്ടപ്പെട്ടത്? ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചൂഷണത്തിൻ്റെ ഒരു ലോകത്ത് നിന്ന് ഇന്ത്യയെ ആധുനികതയിലേക്ക് വഴി നടത്തിയതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഗാന്ധിജിയെ രൂപപ്പെടുത്തിയതിൽ ആധുനിക വിദ്യാഭ്യാസമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായ മുഴുവൻ മനുഷ്യരും ആധുനിക വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭാരത ശില്പികൾ, അവരൊക്കെ ഒന്നാം തരം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി തുടങ്ങിയ ആളുകളൊക്കെ ആധുനിക വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. സംഘപരിവാറിൻ്റെ പൂർവ്വപിതാക്കൾ, അവർക്ക് ആധുനിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി മാറി. എന്താണ് ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്? 20ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും സോ കോൾഡ് ആർഷഭാരത സംസ്കൃതിക്കാർ എന്താണ് ചെയ്തത്? സോ കോൾഡ് സനാതനികൾ എന്താണ് പറഞ്ഞിരുന്നത്? ഇന്ത്യയെ പിന്നോട്ട് വലിച്ച ആചാരമുറകളും തീഷ്ണമായ ആചാരങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇന്ത്യ പുതിയ വെളിച്ചത്തിലേക്ക് പോയത്. ലോകത്തോട് മത്സരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയും ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയുമാണ്. 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഗാന്ധിജി 1915 SS അറേബ്യ എന്ന കപ്പലിൽ മുംബൈയിൽ വരുന്നത്. രാമചന്ദ്ര ഗുഹ പറയുന്നത് അദ്ദേഹം പിറ്റേ ദിവസം തൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുന്നു. ആ ബന്ധുക്കളൊക്കെ ഗാന്ധിജിയോട് പിണക്കത്തിലായിരുന്നു. എന്താ കാരണം? ഗാന്ധിജി സനാതന ഹിന്ദു ധർമ്മത്തെ ഭേദിച്ചുകൊണ്ട്, സനാതന ഹിന്ദു ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് കടൽ കടന്ന് വിദ്യാഭ്യാസം നേടാൻ പോയിരിക്കുന്നു. ദൈവകോപത്തിന് പാത്രമാകുന്ന ആചാരലംഘനമാണ് കടൽ കടന്നു പോവുക എന്നത്. അങ്ങനെ കടൽ കടന്ന് ഇംഗ്ലണ്ടിൽ പോയി വിദ്യ അഭ്യസിച്ച ഗാന്ധിജിയോട് സോ കോൾഡ് ആളുകൾ വിരോധം പുലർത്തിയിരുന്നു. പിണക്കത്തിലായിരുന്നു ഗാന്ധിജിയുമായി. അങ്ങനെ പിണക്കത്തിലായ തൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി പിറ്റേ ദിവസം പോകുന്നത്. ആധുനിക വിദ്യാഭ്യാസം നേടുന്നതും കടൽ കടന്നു പോകുന്നതും ആചാരലംഘനമായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഇത് ഇന്ത്യയിലെ മൊത്തം സാഹചര്യമാണ്.
മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയിലെ കഥാപാത്രമായ മാധവൻ വിദേശത്തേക്ക് വിദ്യാഭ്യാസം നേടാൻ പോവുകയാണ്. അവിടെ കുടുംബത്തിൽ വലിയ ചർച്ചയാണ്. കാരണം കടൽ കടന്നു പോകുന്നത് ദൈവകോപം വിളിച്ചു വരുത്തുന്ന കുറ്റമാണ്. കടൽ കടന്നു പോകുന്നത് ആചാരലംഘനമായിരുന്നു. ആ ആചാരലംഘനങ്ങളിലേക്കാണോ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകേണ്ടത്? ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ഇരുട്ടിൽ കഴിയേണ്ടി വരുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചില്ലായിരുന്നുവെങ്കിൽ ആധുനികതയുടെ വെളിച്ചം ഇന്ത്യയിൽ എത്തുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.